ഹായ്, പി ഇ റേഷ്യോനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. അതായത് ലോജിക്കലായിട്ട് അല്ലെങ്കിൽ കോമൺ സെൻസിക്കലായിട്ട് നമുക്ക് എങ്ങനെ പി ഇ റേഷ്യോനെ യൂസ് ചെയ്യാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്നാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തിയറി അല്ല ഉദ്ദേശിക്കുന്നത്. തിയറി ആയിട്ട് നമുക്ക് ഒരുപാട് വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ തിയറി കൊണ്ട് നമുക്ക് ശരിക്കും കാര്യമില്ല. നമുക്കത് ആക്ച്വലി ലോജിക്കലായിട്ട് എങ്ങനെ കോമൺ സെൻസിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് മെയിൻ കാര്യം. സോ നമുക്ക് തിയറി വിട്ടിട്ട് നമുക്ക് ലോജിക്കലേക്ക് കിടക്കാം. പി ഇ റേഷ്യോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ബേസിക് ധാരണ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. സോ ബേസിക് ഇല്ലാത്ത ആൾക്കാർ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ ആണ്. സോ പി ഇ റേഷ്യോയിൽ നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 3 കമ്പനി എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് 30 പി ഉണ്ട്, ഒരെണ്ണത്തിന് 50 ഉണ്ട്, ഒരെണ്ണത്തിന് 100 പി എന്ന് വിചാരിക്കാം. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയും ₹1 വെച്ച് ലാഭം ഉണ്ടാക്കാനായിട്ട് ഒരു കമ്പനിക്ക് അതിന് ₹30 നമ്മൾ പ്രൈസ് കൊടുക്കണം, മറ്റൊരു കമ്പനിക്ക് 50 രൂപ പ്രൈസ് കൊടുക്കണം, മൂന്നാമത്തെ കമ്പനിക്ക് 100 രൂപ കൊടുക്കണം. സോ 100 രൂപ കൊടുത്ത് മേടിക്കുന്ന ആ കമ്പനി 1 രൂപയാണ് ലാഭം തരുന്നത്, 50 രൂപ കൊടുത്ത് മേടിക്കുന്ന കമ്പനി 1 രൂപയാണ് ലാഭം തരുന്നത്, 30 രൂപ കൊടുത്ത് മേടിക്കുന്ന കമ്പനി 1 രൂപയാണ് ലാഭം തരുന്നത്. അതായത് നമുക്ക് ഇവിടെ കുറച്ചുകൂടെ വാല്യുവേഷൻ നോക്കിയാൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള 30 രൂപ കൊടുത്തിട്ട് 1 രൂപ ലാഭം തരുന്ന കമ്പനി വാങ്ങുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് 1 രൂപ ലാഭം തരാനായിട്ട് അതിന് 30 ഇരട്ടിയാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത്. ഇതാണ് പി ഇ റേഷ്യോന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ 1 രൂപ ലാഭത്തിന് അല്ലെങ്കിൽ 1 രൂപ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് എത്ര ഇരട്ടിയാണ് അതിന് വില കൊടുക്കുന്നത് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ഓരോ കമ്പനി ലോവർ വാല്യുവേഷൻ ആണ്, അത് 30 ഉള്ള കമ്പനി ലോവർ വാല്യുവേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിൻ്റെ 30 രൂപ കൊടുത്താൽ നമുക്ക് 1 രൂപ ലാഭം കിട്ടുന്ന കമ്പനി കിട്ടും, മറ്റേ 100 രൂപ കൊടുത്താലാണ് 1 രൂപ ലാഭം തരുന്ന ഒരു കമ്പനി കിട്ടുക. സോ ഇതാണ് എല്ലാവരും ബേസിക് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ തിയറിനെ ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. സോ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ 30 ഉള്ളതാണോ 100 ഉള്ളതാണോ നല്ലത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിന് നമ്മൾ കുറച്ചുകൂടെ ലോജിക്കലായിട്ട് കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ട് പി ഇ റേഷ്യോന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കുക. മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോഫിറ്റ്. അതായത് കമ്പനിയുടെ ഇന്നത്തെ വില ഡിവൈഡഡ് ബൈ ഇന്നത്തെ അതിന്റെ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. വേറെ രീതിയിൽ ചെയ്യാം, ഒരു ഷെയറിന്റെ പ്രൈസ് ഡിവൈഡ് ബൈ EPS, ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന ലാഭം. സോ അത് നമുക്ക് മാറ്റി വെച്ചിരുന്നത് 2 ചെയ്താലും ഒന്ന് തന്നെയാണ് ആൻസർ. സോ മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡഡ് ബൈ കമ്പനിയുടെ മൊത്തം വില ഡിവൈഡ് ബൈ മൊത്തം ലാഭം. അപ്പോൾ നമുക്ക് ലാഭത്തിന്റെ എത്ര ഇരട്ടിയാണ് കമ്പനി വിലയെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വാല്യുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇക്വേഷനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് കൂടിയാൽ കമ്പനിയുടെ പി ഇ റേഷ്യോ കൂടും. അല്ലെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്, എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ചാർട്ടിൽ കമ്പനിയുടെ വില കൂടിയാൽ പി ഇ റേഷ്യോ കൂടും, വില കുറഞ്ഞാൽ പി ഇ റേഷ്യോ കുറയും. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു കൺസെപ്റ്റ്. പി ഇ റേഷ്യോ എന്ന് പറഞ്ഞാൽ വില കൂടിയാൽ പി ഇ റേഷ്യോ കൂടും, വില കുറഞ്ഞാൽ പി ഇ റേഷ്യോ കുറയും. സോ ഈ കൺസെപ്റ്റ് നമ്മൾ ആക്ച്വലി ചേഞ്ച് ചെയ്യുന്നതാണ് നമുക്കൊരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നത്. സോ ഇത് ഇക്വേഷൻ വെച്ച് നോക്കിയാൽ കറക്റ്റ് ആണ്. മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് ആണ്. സോ മേളിലുള്ളതാണ് മാർക്കറ്റ് ക്യാപ്പ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ വില, ടോട്ടൽ ഷെയറുകളുടെ പ്രൈസ്. അപ്പോൾ ഷെയർ പ്രൈസ് കൂടിയാൽ ടോട്ടൽ പ്രൈസ് കൂടും. സോ മാർക്കറ്റ് ക്യാപ്പ് കൂടുക എന്ന് പറയുന്നത് ഷെയർ പ്രൈസ് കൂടിയാൽ പി ഇ റേഷ്യോ കൂടും, അതൊരു റിയൽ ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. പക്ഷേ ഇതിന്റെ താഴത്തെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്താലാണ് നമുക്കത് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് ഒന്ന് നോക്കിയാൽ ഒരു കമ്പനിയുടെ ഷെയറിന്റെ വിലയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വില പല രീതിയിലുണ്ട് മാറിയേക്കാം. പക്ഷേ നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാൻ നെറ്റ് പ്രോഫിറ്റിന് ഒരു കമ്പനിയുടെ മാനേജ്മെന്റിന് നെറ്റ് പ്രോഫിറ്റ് വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കാനും പറ്റും. സോ ഈ നെറ്റ് പ്രോഫിറ്റിന്റെ ഡിഫറൻസ് ആണ് ഈ പി ഇ റേഷ്യോയിൽ ശരിക്കും വരുന്ന ആ ചേഞ്ച് ആണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. സോ നെറ്റ് പ്രോഫിറ്റ് കൂടുകയാണെങ്കിൽ പി ഇ റേഷ്യോ കുറയും. ഡിനോമിനേറ്റർ ഫാക്ടറാണ് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ ഡിനോമിനേറ്റർ കൂടിക്കഴിഞ്ഞാൽ പി ഇ റേഷ്യോ കുറയും, ഡിനോമിനേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ പി ഇ റേഷ്യോ കൂടും. ഇത് നമുക്ക് വേറെ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു കമ്പനി 1000 കോടിയാണ് അതിൻ്റെ, അല്ല 1 ലക്ഷം കോടിയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വിചാരിക്കുക. 1 ലക്ഷം എന്ന് എടുത്ത് നമുക്ക് കോടി വിടാം. 1 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 1000 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉണ്ടാക്കുന്ന നെറ്റ് പ്രോഫിറ്റ് 1000 രൂപ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ വില 1 ലക്ഷം രൂപയാണ്. സോ 1000 ഡിവൈഡഡ് ബൈ 1 ലക്ഷം ഡിവൈഡഡ് ബൈ 1000, 1 ലക്ഷം വില ഡിവൈഡ് ബൈ 1000 എന്ന് പറയുന്നത് 100 എന്ന് കിട്ടും. 100 കമ്പനിയുടെ പി ഇ റേഷ്യോ. 1 രൂപ ലാഭം ഉണ്ടാക്കാൻ ആ കമ്പനിക്ക് നമ്മൾ 100 രൂപ കൊടുക്കണം. സോ 1 രൂപ ലാഭം ഉണ്ടാക്കുന്ന കമ്പനി നമ്മൾ 100 രൂപയ്ക്ക് മേടിക്കണം, അതാണ് അതിൻ്റെ മീനിങ്. സോ ഇപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1000 കോടിയായിരുന്നു, മാർക്കറ്റ് ക്യാപ്പ് 1 ലക്ഷമാണ്. ഇനി കമ്പനി ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല, കമ്പനിയുടെ വില അവിടെ തന്നെ നിൽക്കുകയാണ്, ചാർട്ടിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ കമ്പനിയുടെ പ്രോഫിറ്റ് ഭയങ്കരമായി കുറഞ്ഞു. പ്രോഫിറ്റ് 100 രൂപയായിട്ട് മാറി, 1000 പ്രോഫിറ്റ് 100 ആയിട്ട് മാറി. അതിൻ്റെ ഇപ്പോൾ നമ്മൾ പി ഇ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 ലക്ഷം ഡിവൈഡഡ് ബൈ 100 രൂപ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1000 എന്ന് പറയും. അതായത് ചാർട്ടിൽ പ്രൈസിൽ ഒരു ഡിഫറൻസും വന്നിട്ടില്ല, പക്ഷേ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു, കമ്പനിയുടെ പി ഇ റേഷ്യോ 1000 ആയി. 1 ലക്ഷം ഡിവൈഡ് ബൈ 100. സോ 1000 ആയിട്ട് പി ഇ മാറി, അതായത് 10 ഇരട്ടിയായിട്ട് മാറി.
ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്, കമ്പനി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. സോ അത് നോക്കുമ്പോഴത്തേക്കും കമ്പനിയുടെ പി റേഷ്യോ ഒന്നും കൂട്ടിയിട്ടില്ല. ഒരു വർഷമായിട്ട് കമ്പനി വലിയ ചേഞ്ച് ഒന്നുമില്ല. സോ അപ്പോൾ ഇനിയിപ്പം കൂടുതലായിട്ട് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നെറ്റ് പ്രോഫിറ്റിൽ ഇവിടെ ഇത്രയും കുറവ് വന്നതുകൊണ്ട് തന്നെ കമ്പനി ഇപ്പോഴത് ഓവർ വാല്യൂഡ് ആയി. അതായത് 100 ഉണ്ടായിരുന്ന പി 1000 മാറി. പക്ഷേ കമ്പനിയുടെ ചാർട്ടിലെ പ്രൈസ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ആ സമയത്തായിരിക്കും പോയിട്ട് എൻട്രി എടുക്കുന്നത്. സോ നെറ്റ് പ്രോഫിറ്റ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതേ കമ്പനി ഇതേ മാർക്കറ്റ് ക്യാപ്പിൽ നിൽക്കുകയാണ്, 1 ലക്ഷം രൂപ വിലയിൽ നിൽക്കുന്നു. ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1000 നിന്ന് 2000 ആയെന്ന് വിചാരിക്കാം. സോ 1 ലക്ഷം രൂപ ഡിവൈഡഡ് ബൈ 2000 എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ പി റേഷ്യോ 50 എന്ന് പറയും. ചാർട്ടിൽ ഇപ്പോഴും വില അവിടെ തന്നെ നിൽക്കുന്നു. അതിൻ്റെ പി റേഷ്യോ ഇപ്പോൾ 50 കുറഞ്ഞു. വില മാറിയിട്ടില്ല, പക്ഷേ പി റേഷ്യോ കുറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ചീപ്പറായി കമ്പനി. അതിൻ്റെ റീസൺ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് കൂടി. സോ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ചാർട്ട് കൂടിയാലും ചാർട്ട് കുറയുന്നതല്ല നമ്മുടെ ഇഷ്യൂ. നമുക്ക് മനസ്സിലാക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. നെറ്റ് പ്രോഫിറ്റ് കൂടിയാൽ, ഡിനോമിനേറ്റർ കൂടിയാൽ പി റേഷ്യോ കുറയും. സോ അതാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നൊരു ഡേറ്റ എന്ന് പറയുന്നത്. അതേപോലെ ഡിനോമിനേറ്റർ കുറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞാൽ കമ്പനിയുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. അത് ചാർട്ടിൽ 1 രൂപ പോലും ചേഞ്ച് വരുന്നില്ല. ചാർട്ട് അതേപോലെ തന്നെ നിൽക്കുകയാണ്, അതേ ഒരു റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്യുവാണെങ്കിലും അതിൻ്റെ പി റേഷ്യോ കൂടുന്നുണ്ടാവും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ മിസ്റ്റേക്കുകൾ പറ്റും. അതായത് ഹയർ വാല്യുവേഷനിൽ നിൽക്കുന്ന ഒരു കമ്പനി അവിടെ നിന്ന് ചിലപ്പോൾ അതൊരു 40%, 50% ചിലപ്പോൾ അത് താഴേക്ക് വന്നിരിക്കും. നമ്മളതിനെ കറക്ഷനായിട്ട് കണ്ടിട്ട് 40% താന്നതല്ല, ഇത്രയും വലിയ സ്റ്റോക്കല്ലേ. നിങ്ങൾ ട്രെൻഡ് ഒരു എക്സാമ്പിളായിട്ട് എടുത്തു. ഞാൻ അതിൻ്റെ ഡേറ്റ ഒന്നും പറയുന്നില്ല, നിങ്ങളത് വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ട്രെൻഡിൻ്റെ വാല്യൂ, അതായത് പണ്ട് അത് ഹൈയിലുണ്ടായിരുന്നപ്പോൾ ഉള്ള പി റേഷ്യോ, അന്ന് പി റേഷ്യോ ഹൈ ആയിരുന്നു. കാരണം നല്ല ഗ്രോത്ത് ഉള്ള കമ്പനിക്ക് നല്ല പി റേഷ്യോ കിട്ടും. പക്ഷേ അവിടുന്ന് ഇപ്പോൾ സ്റ്റോക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റോക്കിൻ്റെ പി ഇപ്പോഴും 100-ന് മേളിലാണ് നിൽക്കുന്നത്. 40-50% സ്റ്റോക്ക് താഴെ വന്നിട്ട് പി റേഷ്യോ ആ രീതിയിലാണ് നിൽക്കുന്നത്. കാരണം സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് വന്നത് മാത്രമല്ല, സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് വന്നാൽ പി റേഷ്യോ കുറയണം. അതൊരു ഫാക്റ്റാണ്. പക്ഷേ അതിൻ്റെ കൂടുതൽ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ പി റേഷ്യോ നന്നായിട്ട് കുറഞ്ഞേനെ. അല്ല, നെറ്റ് പ്രോഫിറ്റ് കൂടിയിരുന്നെങ്കിൽ പി റേഷ്യോ ഭയങ്കരമായി കുറഞ്ഞേനെ. പക്ഷേ ഇവിടെ വില താഴേക്ക് വരുന്നു, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രോഫിറ്റും താഴേക്കാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പ്രോഫിറ്റിൽ താഴേക്ക് പോയിട്ടില്ല, ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ട്രെൻഡിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്. സോ അപ്പോൾ കൊണ്ട് തന്നെ പി റേഷ്യോയിൽ വലിയ കുറവ് നമുക്ക് വരില്ല. ഇപ്പോഴും അത് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ ഇത് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ഒരു കമ്പനിയെ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് V2 റീറ്റെയിൽ അപ്പാരൽ സ്പേസിലുള്ള കമ്പനിയാണ്. അതായത് ഈ ട്രെൻഡിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. സോ അതിൻ്റെ ഇപ്പോഴത്തെ പി റേഷ്യോ എന്ന് പറഞ്ഞാൽ 100-നടുത്തുണ്ട്. അതായത് ഇപ്പോൾ ശകലം 2 ദിവസമായിട്ട് ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ 95-96 ഏകദേശം കറക്റ്റ് ഫിയറില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോൾ 95-96 ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ പി റേഷ്യോ എന്ന് കൂട്ടുക. സോ അതൊരു സ്മോൾ ക്യാപ്പ് കമ്പനി കൂടിയാണ്. അതൊരു 6000-7000 കോടിയുള്ള അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ആ കമ്പനി ഇത്രയും നാളിപ്പം മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്, മാർക്കറ്റ് ക്രാഷ് ആകാൻ പോകുന്നത്, US താരിഫ് വന്നു, ഇതാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ ആ കമ്പനി വളരെ കോൺഫിഡൻസ് ആയിട്ട് ഹോൾഡ് ചെയ്തിരുന്നു. എൻ്റെ കോൺഫിഡൻസ് ഒട്ടും കുറഞ്ഞിട്ടില്ല ആ കമ്പനിയിൽ. അത് ഞാൻ അതുപോലെ ഹോൾഡ് ചെയ്തു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് അതിന് ഗൈഡൻസ് തരുന്നുണ്ട്. 50%-ന് മുകളിലാണ് മാനേജ്മെൻറ്റ് തരുന്ന ഗൈഡൻസ്. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെയും കാണുന്ന വേറെ ചാനലുകളിൽ വന്നിരുന്നിട്ട് ഓരോരുത്തർ പറയുന്ന ഗൈഡൻസ് അല്ല. മാനേജ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് പറയുന്ന, അവരെ ഡയറക്റ്റ് പറയുന്ന കാര്യമാണ്. അത് 50% ആണ് ഗൈഡ് ചെയ്യുന്നത്. സോ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉള്ള കമ്പനിയാണ്. സോ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് അതിലും കൂടുതലായിരിക്കും. അവർ കഴിഞ്ഞ പ്രാവശ്യം 72 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ വർഷം അവർ പ്രോഫിറ്റ് ഡബിൾ ചെയ്യുമെന്ന് ഏകദേശം അവരുടെ ഗൈഡൻസ് വെച്ചിട്ട് 140 കോടി, 130-150 കോടിക്കുള്ളിൽ പ്രോഫിറ്റ് വരാനുള്ള ചാൻസ് ആണുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 96 കിടക്കുന്ന പിയിൽ കിടക്കുന്ന കമ്പനി ഈ രീതിയിൽ പെർഫോം ചെയ്ത് അവർ 130-140 കോടിയിലേക്ക് അവരുടെ പ്രോഫിറ്റ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പി റേഷ്യോ എന്ന് പറഞ്ഞ് 96-ൽ നിന്ന് കുറഞ്ഞ് അറൗണ്ട് 50-യുടെ അടുത്ത് വരും. സോ ആക്ച്വലി അതായത് ഇപ്പോഴത്തെ പ്രൈസ് തന്നെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ കമ്പനിയുടെ പി റേഷ്യോ എന്ന് പറഞ്ഞ് 50-ക്ക് അടുത്ത് വരും. 50-ന് മുകളിൽ റവന്യൂ ഗ്രോത്ത് ഉള്ള ഏകദേശം 100% പ്രോഫിറ്റ് ഗ്രോത്ത് വരുന്ന ഒരു കമ്പനി ഇപ്പോൾ അതിന് 100 PE വരെ കൊടുക്കാൻ റെഡിയാണ്. സോ ആ രീതിയിൽ തന്നെ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കമ്പനിക്ക് സ്വാഭാവികമായിട്ട് ഈ 100 PE കൊടുക്കാൻ ആൾക്കാർ റെഡി ആയിരിക്കും. സോ ഈ 50 PEയിലേക്ക് അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ 50 PEയിലേക്ക് എത്തുന്ന സ്റ്റോക്ക് വീണ്ടും തിരിച്ച് 100 PEയിൽ എത്തണമെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്തായാലും 130-140 കോടിയാണ്. സോ ന്യൂമറേറ്റർ കൂടിയാലേ ഇതിൻ്റെ പി റേഷ്യോ തിരിച്ച് 100-ലേക്ക് എത്തുള്ളൂ. അതിനർത്ഥം കമ്പനിയുടെ പ്രൈസ് ഓൾമോസ്റ്റ് അവിടെ നിന്ന് ഡബിൾ ആയാലേ ഈ പി റേഷ്യോയിലേക്ക് തിരിച്ചെത്തുള്ളൂ. സോ ഈ രീതി നോക്കിയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ അത് ക്ലിയർ ആവാൻ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിട്ടുണ്ടോ? സോ അത് വീഡിയോ വേണമെങ്കിലും മനസ്സിലാവാത്തൊരു ഒന്നുകൂടെ കണ്ടു നോക്കുക. നമുക്ക് ഇതേ സീരീസിൽ പി റേഷ്യോനെ ബേസ് ചെയ്തിട്ട് ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ചെയ്യാം. സോ അങ്ങനത്തെ വേറെ വീഡിയോയിൽ കാണാം. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ചാനലിൽ കൊടുത്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.